ഇത്തരം വിഷയങ്ങളെ നിലപാട് വളരെ കൃത്യമായി നേരത്തെ പലതവണ ആവർത്തിക്കപ്പെട്ടതാണ്. അതിലൊരു സംശയവുമില്ല. ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരായവർ ഒരു കാരണവശാലും ഇതുപോലെയുള്ള സ്ഥാനങ്ങൾ ഇരിക്കുന്നത് ശരിയല്ല. നമ്മളെപ്പോഴും അതിജീവിതകൾക്കൊപ്പം തന്നെയാണ്. അത് തീർച്ചയായിട്ടും അത്തരം സ്ഥാനങ്ങൾ ഇരിക്കാൻ യോഗ്യരായ ആളുകളല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള തീരുമാനം ആ പാർട്ടി കൈക്കൊള്ളണം എന്ന് തന്നെയാണ് അഭിപ്രായം. സ്ത്രീ എന്ന നിലയ്ക്ക്, ഒരു പൊതുപ്രവർത്തക എന്ന നിലയ്ക്ക് ഇത്തരം നമ്മൾ പല അനുഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട്. ആരോപണങ്ങൾ നേരിട്ട ആളുകളൊക്കെ നിയമസഭയിൽ ഇപ്പോഴും MLA-മാരായി തുടരുകയാണ്. ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ നിലപാടൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് അവരെയൊക്കെ സംരക്ഷിച്ചു പോരുകയാണ്. അങ്ങനെ സംരക്ഷിച്ചു പോരുന്ന ആ സമയങ്ങളിലൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടതാണ് ആരോപണങ്ങൾ നേരിട്ട ആള് ആ നിജസ്ഥിതി വരുന്നത് വരെ ആ തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതാണ്. മാറി നിന്നുകൊണ്ട് തന്നെ അന്വേഷണം നേരിടണം. ഒരു കാരണവശാലും ഇത്തരം സ്ഥാനമാനങ്ങൾ ഇരിക്കുന്നതിന് അർഹരല്ല എന്ന് തന്നെയാണ് എല്ലായ്പ്പോഴുമുള്ള നിലപാട്. ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല. അത് ഏത് പാർട്ടിയിലായാലും ഏത് വ്യക്തികളായാലും തീർച്ചയായിട്ടും സ്ത്രീകൾക്കെതിരെ മോശമായ അധിക്ഷേപങ്ങൾ നടത്തുകയും പരാമർശങ്ങൾ നടത്തുകയും സ്ത്രീകളെ മോശക്കാരാക്കി മാറ്റുകയും ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ഇതുപോലെയുള്ള ഉയർന്ന സ്ഥാനങ്ങൾ ഇരിക്കുന്നത് ഭൂഷണമല്ല എന്ന് തന്നെയാണ് വളരെ നേരത്തെ എടുത്ത നിലപാട്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും. അതിന് ഒരു മാറ്റവുമില്ല.